ശുചിമുറിയിൽ ഒളിക്യാമറയിൽ വനിതാ ജീവനക്കാരുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തി ഇൻഫോസിസ് ജീവനക്കാരൻ അറസ്റ്റിലായി. ആന്ധ്രാപ്രദേശ് സ്വദേശി സ്വപ്നിൽ നാഗേഷ് മാലിയാണ് പിടിയിലായത്. ബംഗളൂരു ഇലക്ട്രോണിക് സിറ്റി ഇൻഫോസിസ് ക്യാമ്പസിലെ ജീവനക്കാരനാണ് പിടിയിലായത്. കെ വി ശ്രീധരനുണ്ട്. ശ്രീധരൻ, എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നത്? ഈ പിടിയിലായ ആളെ ചോദ്യം ചെയ്തു തുടങ്ങിയോ? പ്രജീഷ്, ഇലക്ട്രോണിക് സിറ്റിയിലെ ഇൻഫോസിസ് ക്യാമ്പസിലാണ് ഈ സംഭവം നടന്നത്. അതായത് വനിതകളുടെ ശുചിമുറിയിൽ ഒളിക്യാമറ വയ്ക്കുകയായിരുന്നു ഈ സ്വപ്നിൽ നാഗേഷ് മാലി എന്ന ഈ ഇൻഫോസിസ് ജീവനക്കാരൻ. ഏതായാലും അതേ കമ്പനിയിലെ തന്നെ ജീവനക്കാരി നൽകിയ പരാതിയിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇവർ ശുചിമുറിയിൽ പോയപ്പോൾ സംശയം തോന്നി നടത്തിയ പരിശോധനയിലാണ് മൊബൈൽ ഫോൺ അതുപോലെ തന്നെ ഒളിക്യാമറയും ഇത് രണ്ടും ശുചിമുറിയിൽ കണ്ടത്. തുടർന്ന് ഇവർ HR-ൽ പരാതി നൽകി. പക്ഷേ കമ്പനി അധികൃതർ ഈ കേസ് അവിടെ ഈ കമ്പനിക്കുള്ളിൽ ഒതുക്കി തീർക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. പിന്നീട് ഈ ഇരയായ പെൺകുട്ടിയുടെ ഭർത്താവ് പോലീസിൽ പരാതി നൽകിയതോടുകൂടിയാണ് സംഭവം പുറത്തറിയുന്നത്. ഇയാളുടെ ഫോൺ പരിശോധിച്ചതിൽ നിന്ന് 30ഓളം യുവതികളുടെ സ്വകാര്യ ദൃശ്യങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. ഏതായാലും ഇവരുടെ നിന്നെല്ലാം തന്നെ പരാതി പോലീസ് എഴുതി വാങ്ങുന്നുണ്ട്. ഇയാളെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെയോടെയാണ് കസ്റ്റഡിയിലെടുത്തത്. ഇയാളുടെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്ത് വരികയാണ്. ഈ ദൃശ്യങ്ങൾ ഇയാൾ മറ്റെവിടെയെങ്കിലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ പങ്കുവച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പരിശോധിച്ച് വരികയാണ്. ശരി, കെ ബി ശ്രീധരനാണ് വിവരങ്ങൾ നൽകി.